ആ തോക്കിൻ്റെ പുറത്തും പൊട്ടലും കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് നമ്മുടെ ആസിഫ് അലിയുടെ പുതിയതായിട്ട് റിലീസാകാൻ പോകുന്ന ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് പാലക്കാട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. അവിടുത്തെ സെറ്റൊക്കെ പൊളിച്ചിട്ട് നമ്മുടെ വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മുടെ അവിടുത്തെ ഉപയോഗിച്ച ആ സിനിമയിൽ ഉപയോഗിച്ച ആ തോക്കുകളാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടോ, സിനിമയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് മിക്ക ആൾക്കാർക്ക് അറിയാം, അതൊരു കോപ്പിയല്ല ഡ്യൂപ്ലിക്കേറ്റ് തോക്കാണ്. പക്ഷേ അത് നേരിട്ട് കയ്യേറ്റ് തൊടുന്നൊരു എക്സ്പീരിയൻസ് വേറെ ലെവലിൽ ഉണ്ടായിരുന്നിട്ട് എനിക്ക്. കണ്ട വാളാണ്, വലിയ വാളിത്. കണ്ടില്ലേ, ആ ഡബിൾ വാറൽ ഗണ്ണ് ഉണ്ടല്ലോ നിങ്ങളവിടെ, ഷോർട്ട് ഗണ്ണ് ഇതായിരിക്കണേ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്ത് ഉപയോഗിച്ച് നോക്കിയതാണ്. വെറുതെ ഉപയോഗിച്ച് നോക്കുക പറഞ്ഞാൽ കൈമ ജസ്റ്റ് പിടിച്ച് നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പൊട്ടിച്ച് നോക്കുക. അതാണ്ടാ തോക്കിരിക്കണ നോക്കിയേ, ചെറിയ ചെറിയ മിനി കണ്ട്. ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ഐഡിയ ഇല്ല. കണ്ടു നോക്കിയേ, കാരണം നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി കുറച്ച് വേറെ കാര്യങ്ങൾ കാണിച്ചില്ല. ഇരുമ്പ് പോലെ ഒറിജിനലായിട്ട് തോന്നിക്കണം, പക്ഷെ അത് ശരിക്കും പൈപ്പാണ്, തീരെ വെയിറ്റ് ഇല്ല അതിന്. സിനിമ ഷൂട്ടിലേ ഈ വണ്ടി ഒന്ന് കണ്ടിട്ടുണ്ടോ നോക്കിക്കോട്ടാ. ഒരു വണ്ടി കാണിച്ചു തരാം, നരി സാധനം. ഈ കണ്ടോ, ഏതാ മുതൽ ഈ 14 നമ്പർ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴേ ചിലപ്പോൾ കാണും. മിലിറ്ററി. പിന്നെ ഇതാ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ഗ്രീൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അത് ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ശരിക്കും നമ്മൾ TV അല്ലെ നമ്മുടെ ഇതില്ല സിസ്റ്റം മോണിറ്ററൊക്കെ. അപ്പോൾ അതാണിത്, പക്ക ഒറിജിനൽ പോലല്ലേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇടാട്ടോ. അടിപൊളി പറഞ്ഞാൽ അജാതി ടെറർ ലൊക്കേഷൻ ഉണ്ട് നോക്കിക്കേ. സ്റ്റണ്ട് ഷൂട്ടിന് എന്ന് വെച്ചാൽ ഗൺ ഷൂട്ട് അവിടെ ഫുള്ള് പടപടാറുള്ള പൊട്ടൽ സീനൊക്കെ നടന്നിട്ടുണ്ടാവുക. അതാണ് നേരത്തെ കണ്ട ആ തോക്കും കാര്യങ്ങളൊക്കെ. നോക്കിയേ എങ്ങനെ റബ്ബ് ഇങ്ങനത്തെ ലൊക്കേഷനൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട്. ഒക്കെ കഴിവുള്ളവർക്ക് നടക്കുള്ളൂ. കുറേ ചാടി നടന്നിട്ട് ഇങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അമ്പു ചാടി അയച്ചു നോക്കി കണ്ടോ.